എനിക്ക് റിവ്യൂ പറയുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. നിങ്ങളിത് കാണണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പൃഥ്വിരാജ് സീറ്റിലിരിക്കുമ്പോൾ ഒന്ന് സൂചി കൊണ്ട് ബാക്കൊന്ന് കുത്തിയോ? ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോഴേ ഫുള്ള് നെഗറ്റീവ്. സിനിമ ഏതാ മനസ്സിലായില്ലേ? ബാക്കിലുണ്ട്. ഈ സിനിമ കാണുന്നില്ല എന്ന് കരുതിയാണ്. പക്ഷേ ഇത്രയും നെഗറ്റീവ് കണ്ടപ്പോൾ എനിക്കൊക്കെ തോന്നി, ഇതിന് മാത്രമൊക്കെ നെഗറ്റീവ് പറയാൻ എന്താണ് ഇപ്പോൾ സിനിമയിൽ. അപ്പോൾ ഞാനൊന്ന് പോയി നോക്കി. അങ്ങനെ ഈ സിനിമ കണ്ട് ഇപ്പം ഇറങ്ങി ആ സ്പോട്ടിൽ കണ്ട വെള്ളക്കുപ്പിയൊക്കെ ഉണ്ട്, ആ സ്പോട്ടിൽ ഞാൻ എടുക്കണം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവമുണ്ട്, ഇങ്ങനെ കുറേ നെഗറ്റീവ് വന്ന് സിനിമകൾ പോയി കാണണേ. എന്താടാ ഈ സിനിമക്ക് എന്താ കുഴപ്പം? ഒരു സിനിമ അങ്ങനെയാണോ? ഒരു സിനിമ എങ്ങനെയാണോ അങ്ങനെ എടുത്തു വെച്ചത്. സ്വാഗൊക്കെ സീന് എനിക്ക് പൃഥ്വിരാജിന്റെ സ്റ്റൈലാണ്. പൃഥ്വിരാജിന്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, നമ്മള് എന്താ ഈ സ്റ്റൈലാണല്ലേ, ആ സാധനല്ലേ, ആ സാധനം ഇതിൽ കിട്ടും മക്കളെ. നിങ്ങൾ വേണമെങ്കിൽ വന്ന് കണ്ടോളൂ. ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിലേ പറയണുള്ളൂ, അല്ലാതെ ഞാൻ മറ്റേ കോക്കുമ്പലൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് കൂടുതൽ ഇതിന്റെ കാര്യങ്ങൾ ഡയറക്ടറുടെ പേരും മറ്റേ ഡയറക്ടറുടെ പേരൊക്കെ അറിയാം, വൈശാഖ്, അതല്ല. അതുപോലെ അങ്ങനെ പറയാൻ ഞാൻ അത്ര ആധികാരികമായിട്ട് പറയണില്ല. പക്ഷെ ഈ സിനിമക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് റിവ്യൂ പറയുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. നിങ്ങളിത് കാണണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? നിങ്ങൾ പൃഥ്വിരാജ് സീറ്റിലിരിക്കുമ്പോൾ ഒന്ന് സൂചി കൊണ്ട് ബാക്കൊന്ന് കുത്തിയോ? ഈ സിനിമകൾ കാണണം, ഇതിന് ഒരു കുഴപ്പമില്ല. ഇതൊരു സിനിമയാണ്, അല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ റോളൊന്നും തരാൻ പറ്റില്ലല്ലോ. സിനിമ കാണുന്നവർക്കൊക്കെ 100 രൂപ തരാൻ പറ്റില്ലല്ലോ. ഒരു സിനിമ എങ്ങനെയാണോ അതുണ്ട്, ഒരു കുഴപ്പമില്ല. നെഗറ്റീവ് പറയാനുള്ള ഒരു സാധനമില്ല. ഈ നെഗറ്റീവ് ഫുള്ള് കേട്ടിട്ട് നിങ്ങൾ വന്ന് കണ്ടോക്കി, അപ്പോൾ ചിലപ്പോൾ എൻ്റെ പോലെ ഒന്നുകൂടി ഫീൽ കിട്ടും. പിന്നെ ഞാൻ നോർമലി സിനിമൻ്റെ റിവ്യൂ പറയാത്തതാണ്, പക്ഷേ നമ്മൾ തിയേറ്ററിൻ്റെ നിങ്ങൾക്ക് അറിയാമല്ലോ, തിയേറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് കണ്ടത് ഏരീസ് ഫ്ലെക്സിലെ OD1 കേട്ടോ. അതും ബെസ്റ്റ്, എന്താ പറയുക, ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ ഐ റെക്കമെൻഡ്. OD1 അങ്ങനെ സൗണ്ടൊക്കെ എവിടെ നിന്നൊക്കെ പണിക്കൂട്ടൊരു 300 രൂപ ഉണ്ടാക്കി ഓണത്തിന് ഇറങ്ങണ എല്ലാ പടം കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, ബൈ.